ജൂൺ മുതലാണ് മൊബൈൽ വിൽപ്പന, അറ്റകുറ്റപ്പണി എന്നീ മേഖലകളിൽ സ്വദേശീവൽക്കരണം ഏർപ്പെടുത്തിയത്. ഓരോ കടയിലെയും പകുതി ജീവനക്കാർ സ്വദേശികളാകണമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ നിർദ്ദേശം. സെപ്റ്റംബർ മുതൽ എല്ലാ ജീവനക്കാരും സൗദികളായിരിക്കണമെന്ന് തൊഴിൽ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും തീരുമാനത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് പലതവണ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇളവ് പ്രതീക്ഷിച്ച പ്രവാസികൾ പരിശോധന ശക്തമായതോടെ മേഖല വിട്ടു. റിയാദ്, ജിദ്ദ, ദമാം തുടങ്ങിയ നഗരങ്ങളിലെല്ലാം തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്നുണ്ട്. തീരുമാനം നടപ്പാക്കാത്ത കടകൾ അധികൃതർ പൂട്ടി. സൗദി ജീവനക്കാരെ നിയമിക്കാത്ത മലയാളികൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന കടകൾ പലതും അടഞ്ഞുകിടക്കുകയാണ്. മൊബൈൽ കാർഡുകളും മറ്റും വിറ്റിരുന്ന മലയാളികൾ പലരും സ്വദേശി ജീവനക്കാർ ഇല്ലാത്തതിനാൽ കടകൾ അടച്ചിരിക്കുകയാണ്. തൊഴിൽ, ആഭ്യന്തരം, വാണിജ്യം, വാർത്താവിനിമയം, തദ്ദേശം എന്നീ വകുപ്പുകൾ സംയുക്തമായാണ് സൗദി ജീവനക്കാരെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ രംഗത്തുള്ളത്. മലയാളികളുടെ പല സ്ഥാപനങ്ങളും ഇലക്ട്രോണിക്സ്, വാച്ച്, ഫാൻസി കടകളായി മാറ്റിയിട്ടുണ്ട്. ഇതിന് സാധിക്കാത്തവർ കടകളടച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. 1ഉം 2ഉം ജീവനക്കാരുള്ള ചെറിയ കടകളിലാണ് മലയാളികൾ കൂടുതലും ജോലി ചെയ്യുന്നത്. 100% സ്വദേശീവൽക്കരണം നടപ്പായതോടെ വർഷങ്ങളായി വിദേശികൾ ജോലി ചെയ്തിരുന്ന മേഖലയാണ് ഇല്ലാതായത്. ഇനി ഏത് മേഖലയിലേക്കാണ് എന്ന ആശങ്കയോടെയാണ് പ്രവാസികൾ. മുഹമ്മദ് ഷരീഫ്, മീഡിയ 1, ദമാം.